എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. സുദീർഘമായൊരു സംസാരത്തിന് അത്ര പ്രസക്തിയില്ലാത്ത ചടങ്ങാണിത് എന്ന ബോധ്യം എനിക്കുണ്ട്. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങളുടെ, നല്ല ചടങ്ങുകളുടെ, നല്ല ആളുകളുടെ ഒപ്പമായിരിക്കാനും ഭാഗമായിരിക്കാനും പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. എവിടെയാണ് ഏറ്റവും നല്ല സ്ഥലം? ഇന്നിപ്പോൾ നമ്മൾ ടൂർ പോകാനൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങൾ ഏറ്റവും നല്ലൊരു സ്ഥലം തീരുമാനിച്ച് ഒരു ഭാര്യയും ഭർത്താവും പോകാൻ തീരുമാനിച്ചാലും ഈ സ്ഥലം എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞ് ഇവർ തമ്മിലൊരു വഴക്കുണ്ടായാൽ പിന്നെ ആ സ്ഥലത്തിൻ്റെ സൗന്ദര്യം ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങളൊരു ബസ് വിളിച്ച് ടൂർ പോയാലും ശരി, 10-50 പേര് ആ ബസ്സിൽ പോകുന്നതിനിടയിൽ വേറൊരുത്തനുമായിട്ട് വഴക്കുണ്ടാക്കിയാൽ ആ ടൂറിനൊരു രസമുണ്ടാവില്ല. പക്ഷേ അധിക ദൂരോട്ടൊന്നും പോകാതൊരു വീട്ടിൽ വളരെ പ്രിയപ്പെട്ട ഒരു 5-6 പേരിരുന്ന് വർത്തമാനം പറയുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുമ്പം ചിലപ്പോൾ ഏറ്റവും നല്ലൊരു സ്ഥലമായി ആ സ്ഥലത്തെ നമുക്ക് തോന്നാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നല്ല ആളുകളുടെ, നല്ല കാര്യങ്ങളുടെ ഒപ്പമോ ഭാഗമോ ആയിരിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ എഴുതി സംവിധാനം ചെയ്ത പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗുണ്ട്. അത് മല്ലിക സുകുമാരനാണ് ആ ഡയലോഗ് സിനിമയിൽ പറയുന്നത്. അപ്രകാരമാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളാകണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു നല്ല കാര്യത്തിൻ്റെ ഭാഗമാകാൻ ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ സാധിക്കുന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ ഉപകാരങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഞങ്ങളിപ്പോൾ സിനിമയൊക്കെ എഴുതാനിരിക്കുമ്പോൾ പരസ്പരം സംസാരിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു നായകൻ ഒരു 10 പേരെ ഇടിച്ച് വീഴ്ത്തുന്ന സീൻ, 10 വേണ്ട, ഒരു 100 ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരു 100 പേരെ ഇടിച്ച് വീഴ്ത്തുന്ന സീൻ വിശ്വസിക്കുന്ന അത്ര എളുപ്പത്തിൽ ഒരു നായകൻ 10 പേർക്ക് ഊണ് മേടിച്ച് കൊടുക്കുന്ന സീൻ ഇപ്പോൾ സിനിമയിൽ വിശ്വസിക്കില്ല. നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. പിന്നെ അവൻ ഊണ് മേടിച്ച് കൊടുക്കുമല്ലേ 10 പേർക്ക് എന്ന് നമുക്ക് തോന്നും. നമ്മുടെ കാലസ്ഥിതി അങ്ങനെയാണ്. നന്മ സംശയിക്കപ്പെടും. ഒരുത്തം വന്ന് നമ്മളോട് നന്നായിട്ട് പെരുമാറിയാൽ ഇവൻ എന്തിനാടാ എന്നോട് നന്നായിട്ട് പെരുമാറുന്നത്, അപ്പോൾ ഇവൻ എന്തോ ഉദ്ദേശമുണ്ട്, ഇവന് കടം ചോദിക്കാനുള്ള പ്ലാനുണ്ട്, അല്ലെങ്കിൽ ഇവൻ എന്നോട് നന്നായിട്ട് പെരുമാറേണ്ട കാര്യം എന്താ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ നന്മ സംശയിച്ചു തുടങ്ങുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പണവും പണമിടപാടുകളും ലക്ഷക്കണക്കിന് രൂപയുമൊക്കെ ഉള്ള സ്ഥലമാണല്ലോ ബാങ്ക്. നിങ്ങൾ ബാങ്കിൽ പോയി നോക്കണം, 2 രൂപയുടെ പേന അവിടെ ടോയ്നൂലിട്ട് കെട്ടി വെച്ചിട്ടുണ്ടാവും. കാരണം ബാങ്കിലിരിക്കണമെന്നറിയാം ഈ പേന ആൾക്കാരെടുത്തുകൊണ്ട് പോകുമെന്ന്. വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ചെങ്ങലക്ക് അടുത്തുള്ള ജനലിനോട് കെട്ടിവെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ബാങ്കിൽ. ട്രെയിനിൽ യാത്ര ചെയ്താൽ അവിടെ ടോയ്ലറ്റിലിരിക്കുന്ന കപ്പ് ചെങ്ങലിട്ട് കെട്ടിവെച്ചേക്കുകയാണ്. കാരണം അത് ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അത്രയും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത തരത്തിലേക്ക് പമ്പവാസൻ ചേട്ടൻ പറഞ്ഞ മത്സരങ്ങളുടെ ഒരു കാലം നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇത്രയൊന്നും മത്സരമുള്ളൊരു ലോകത്ത് ജീവിക്കാൻ തയ്യാറെടുത്തിട്ടുള്ളതല്ല പല മനുഷ്യരും. അത്യാവശ്യം ഭക്ഷണം കഴിക്കുക, സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറം ഇന്നത്തെ ലോകം നമ്മുടെ പുറത്ത് തരുന്ന മത്സരത്തിൻ്റെ ആക്കം വളരെ വലുതാണ്. ഉപകാരം പലതരമുണ്ട്. നമ്മൾ ഛേദമില്ലാത്ത ഉപകാരം എന്ന് പറയും, ഒരു നഷ്ടമില്ലാത്ത ഉപകാരം. നമ്മൾ വഴി നിൽക്കുമ്പം ഒരു ഏട്ടാ ഷൊർണൂർക്ക് പോകണം എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ കാണിച്ചാൽ മതി, ഒരു നഷ്ടമില്ലാത്ത ഉപകാരമാണ്. അത് തെറ്റിച്ച് വിടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു സുഖം, അവൻ തെറ്റിച്ച് അങ്ങോട്ട് പോയല്ലോ എന്ന് പറയുന്ന അതൊരു ഛേദമില്ലാത്ത ഉപകാരം. 2 ലാഭമില്ലാത്ത ഉപകാരം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അതായത് എന്തെങ്കിലും നല്ലത് ചെയ്യുന്ന ഒരാളോട് വന്നിട്ട് അവിടെ നമുക്കതിൻ്റെ ഇന്നയാളെ സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ലാഭമൊന്നുമില്ല, എൻ്റെ ഒരു വർത്തമാനം കൊണ്ട് അയാൾക്കൊരു സഹായം കിട്ടും, അതിനകത്ത് എനിക്ക് ലാഭമില്ല. മറ്റൊന്ന്, പക്ഷേ ചിലപ്പോൾ ഈ സഹായം കിട്ടിയ ആൾ ഏതെങ്കിലും ഒരു പക്ഷത്തിൽ ഇതിനിടയിൽ നിന്ന് ആളുടെ പേര് പറയാൻ മറന്നുപോയാൽ ആൾ പറയും ഞാനത് ചെയ്തു കൊടുത്തത് എൻ്റെ പേര് പറഞ്ഞില്ല. അപ്പോൾ അവനൊരു ചെറിയ ലാഭം ആ പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പണ്ട് എൻ്റെ ഒരു വല്യമ്മ എനിക്ക് വല്യച്ഛൻ 10 രൂപ വിഷുക്കൈ നീട്ടം തന്നപ്പം വല്യമ്മ സൈഡിലിരുന്ന് പറഞ്ഞു, മോനെ വല്യച്ഛൻ എല്ലാ കൊല്ലവും ഇതുപോലെ തരാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കണേന്ന്. അപ്പോൾ ആ 10 രൂപയ്ക്കൊരു പ്രാർത്ഥന അവർ വിചാരിക്കുന്നുണ്ട്. മറ്റൊന്ന് നഷ്ടമുള്ള ഉപകാരമാണ്. നഷ്ടമെന്ന് പറയുന്നത് അവനവൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മറ്റൊരാളെ സഹായിക്കുക എന്ന് പറയുന്നത്. നഷ്ടം എന്ന വാക്ക് ഞാൻ പണത്തിൻ്റെ ഇടപാടുള്ളത് കൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ സാമ്പത്തിക നഷ്ടം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അതിനൊരു ചിലവുണ്ടായിരിക്കുകയും, നഷ്ടമല്ല, ചിലവുള്ള ഒരു ഉപകാരം ലാഭേച്ഛയില്ലാതെ ചെയ്യുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ഒരു മാനസികാവസ്ഥയാണ്. അവിടത്തേക്ക് ഒരാൾ എത്തുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അത്തരത്തിലൊരാളാണ് ശ്രീ പമ്പവാസൻ ചേട്ടൻ. അദ്ദേഹം
ഞാൻ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അവിടെ ബഹ്റിനിൽ പരിപാടിക്ക് പോയപ്പോഴാണ് പരിചയപ്പെട്ടത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് സുനീഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്തും കൂടെ പരിപാടിക്ക് പോയപ്പോൾ ഫ്രണ്ടിൽ കസേര ഇട്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഫ്രണ്ടിൽ ഹിന്ദി സംവിധായകൻ കരൺ ജോഹർ ഇരിപ്പുണ്ട്, കാണണമെന്ന് ചോദിച്ചിട്ട് കാരണം അതിൻ്റെ ഒരു ചെറിയ ചായ ഉണ്ട് ഈ പുള്ളിക്ക്. അപ്പം കോട്ടൊക്കെ ഇട്ട് കണ്ടിട്ടിരുന്നപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞാൽ അത് എനിക്ക് പരിചയമുള്ള ആളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും പിന്നീട് അങ്ങനെ ഡെയിലി മെസ്സേജ് അയപ്പം വിളിയൊന്നുമുള്ള ബന്ധമല്ലെങ്കിലും ചില പരിചയങ്ങൾ ഞാൻ 3000 സ്റ്റേജിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അത്രയും കമ്മിറ്റിക്കാരെ അറിയാം, അത്രയും ആൾക്കാരെ അറിയാം. വളരെ കുറച്ച് ആൾക്കാരുമായിട്ടാണ് പിന്നീട് എങ്ങനെയോ ഒരു ബന്ധം ഒന്ന് നിലനിന്ന് പോവുക എന്ന് പറയുന്നത്. പലരെയും നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ നിന്ന് പോയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ശ്രീ പമ്പാവാസൻ എന്ന് പറയുന്നത്. ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടാണ്. എൻ്റെ ഒരു സുഹൃത്ത് ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വല്ലാതെ ആക്രമിക്കപ്പെട്ടു. ഇയാൾ ചാരിറ്റി ചെയ്ത ആൾക്കാരുടെ പൈസ പറ്റിച്ചു എന്നാണ് വാർത്ത വന്നത്. അപ്പോൾ ഇയാൾ വലിയ മാനസിക വിഷമത്തിലായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഒരാൾ വിഷമത്തിലാകുമ്പോൾ നമ്മൾ വിളിക്കണമല്ലോ. ഞാൻ ചോദിച്ചാൽ എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരാൾക്കൊരു ആശുപത്രി ആവശ്യമുണ്ടായിരുന്നു, ഒരു 5 ലക്ഷത്തോളം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നിന്ന്, കാരണം ഇവർ ഈ പൈസ മേടിച്ച ടാക്സും പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഫേസ്ബുക്കിൽ വന്ന് ഒരു വീഡിയോ ചെയ്ത് ഈ ആവശ്യക്കാരൻ്റെ അക്കൗണ്ട് നമ്പർ ഫേസ്ബുക്കിൽ ഇടുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് സഹായം വരികയും ചെയ്തു. അങ്ങനെ 5 ലക്ഷം ആവശ്യമുള്ള ആൾക്ക് അയാളുടെ ഭാഗ്യം കൊണ്ടൊരു 15 ലക്ഷം രൂപയോളം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നു. ഇപ്പോൾ ഇയാളുടെ ആവശ്യം 5 ആണല്ലോ, 10 അധികമുണ്ടല്ലോ. മറ്റ് ചില ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത് മേടിച്ചു കൊടുത്തവൻ പറഞ്ഞു, 5 ആവശ്യമുള്ള നിനക്ക് 10 കിട്ടിയില്ലേ, ആ 10ൽ നിന്നൊരു 5 മറ്റൊരാൾക്ക് കൊടുത്താലോ എന്ന് ചോദിച്ചു കൊടുത്തു. ഇവൻ ഫേസ്ബുക്കിൽ എഴുതി, എനിക്ക് കിട്ടിയ പൈസ ഇവൻ ചോദിച്ചു. അപ്പോൾ കിട്ടി അനുഭവിച്ചവൻ പോലും മറ്റൊരാളെ സഹായിക്കേണ്ട ഒരു സ്ഥലം വരുമ്പം രണ്ടാമതൊന്ന് ആലോചിക്കുന്ന സ്ഥലമാണിത്. ഞാനൊരു കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഒരിക്കൽ എനിക്ക് ധർമ്മനമുണ്ട്. എനിക്ക് കിട്ടിയ പൈസ ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖം എന്ന് പറഞ്ഞിട്ട് എല്ലാം ഉരുകിയൊക്കെ പോകുന്ന പോലത്തെ ഒരു അസുഖമുള്ള ഒരു കുട്ടിക്ക് ധനസഹായത്തിന് വേണ്ടി കൊടുത്തു. ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖമാണ്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസവും കൊണ്ട് ഏകദേശം ഒരു 10ലധികം ഇതേ അസുഖമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ എന്നെ തന്നെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചിട്ട് ചോദിച്ചു, ഇതേ അസുഖം ഞങ്ങൾക്കുണ്ട്, ഒരു സഹായം സംഘടിപ്പിച്ച് തരാൻ പറ്റുമെന്ന്. അപ്പോഴാണ് ഈ ലക്ഷത്തിലൊന്ന് വരുന്ന അസുഖം ഇത്രയും പേർക്കുണ്ട്, ബാക്കി അതിൽ കൂടുതലുണ്ടാവും, 10 പേർക്കാണ് എൻ്റെ നമ്പർ സംഘടിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞത്, അത്രയധികം പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് ഈ 3-4 ലോക രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പേന കെട്ടിയിടുന്ന സംഭവത്തിലൊന്നും നമ്മൾ അത്ഭുതം പറയാനില്ല. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റും ജനറൽ കമ്പാർട്ട്മെൻറ്റും നമ്മൾ നോക്കിയാൽ അറിയാം. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും ഭയങ്കര കയ്യൂക്കുണ്ടെങ്കിലേ ഒരുത്തിന് സീറ്റ് കിട്ടുകയുള്ളൂ. ഭയങ്കര ദീർഘവീക്ഷണത്തോടെ നോക്കി നിന്ന് ചാടി കയറി ഇരുന്ന് തിക്കി തിരക്കി അങ്ങനെ എന്താവശ്യത്തിനും വലിയ മത്സരം. സ്കൂൾ കാലം തൊട്ട് 500 പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ 4 പൈപ്പ് വെച്ചിട്ട് ഉച്ചയ്ക്ക് കൈ കഴുകണമെങ്കിൽ ഇതിനിടെ കൂടെ നേരങ്ങി അവൻ കൈ കഴുകി പാത്രം കഴുകി വരുമ്പോഴത്തേക്ക് അങ്ങനെ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ യുദ്ധങ്ങൾ പോലെ നേടിയെടുത്ത് വന്ന ഒരു സ്ഥലമാണ്. അപ്പം ചിലർക്ക് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ വീണു പോകുമ്പം അത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ പങ്കെടുക്കാനും ജീവിതത്തിൻ്റെ ഇതൊക്കെ വളരെ ബേസിക്കായ ആവശ്യങ്ങളാണ്, അതിനോട് പൊരുതി നിൽക്കാനും ഒന്നുമുള്ള ശക്തി ഇല്ലാതെ വരും. അവിടെ ഇതുപോലെയുള്ള ചില ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അവർ ഏറ്റെടുത്ത് നടത്തുന്ന ഉദ്യമങ്ങളെല്ലാം വലിയ കാര്യങ്ങളായി വരിക തന്നെ ചെയ്യും. ഞാനിന്ന് ഈ വീഡിയോ കാണിച്ചപ്പം ഞാൻ ആലോചിച്ചു, പലരും പറഞ്ഞു അദ്ദേഹത്തിന് ഇനിയും ധാരാളം പൈസ കിട്ടട്ടെ, അദ്ദേഹത്തിൻ്റെ കമ്പനി ഇനിയും വലുതാകട്ടെ എന്നൊക്കെ പറയുന്നത്. ശരിക്കും നമുക്കൊരു കഷ്ടപ്പാടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ സഹായിക്കണേ ദൈവമേ എന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരിൽ പലരും ഇദ്ദേഹത്തിന് പൈസ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് മനസ്സിലാകുകയാണ്, പൈസ ഇദ്ദേഹത്തിന് കിട്ടിയാൽ ഞാൻ അനുഭവിക്കുന്ന ഇതേ ദുഃഖം അനുഭവിക്കുന്ന മറ്റൊരാൾക്ക് കൂടെ ഗുണമുണ്ടാകും എന്നൊരു ചിന്തയിൽ നിന്നാണ് അങ്ങനെ പലരും പറയുന്നത്. അതെല്ലാം കണ്ട കാഴ്ചകളെല്ലാം മനോഹരമായിരുന്നു, നല്ല കാര്യങ്ങളായിരുന്നു. ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ഗംഭീരമായിട്ട് ചെയ്യാൻ, സംഘടിപ്പിക്കാൻ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെയുള്ളവർക്ക് പറ്റട്ടെ. അദ്ദേഹത്തോടൊപ്പം ഒരു സംഘം അതിനുവേണ്ടി നിലകൊള്ളുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ വീടുകൾ ഇന്ന് കിട്ടുന്ന ആളുകൾ അവരുടെ ഇത് ലഭിക്കുന്നതിനകത്തും ഈ കഷ്ടപ്പാടുകളുള്ളവർക്കാണ് ഇത് ലഭിക്കുന്നത്. കഷ്ടപ്പാടുള്ളവരുടെ ഇടയിൽ ഒരു ഭാഗ്യമുണ്ട്. ചിലർക്ക് വേണ്ടി നമ്മൾ ചില സഹായങ്ങൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാലൊന്നും റെഡിയാവില്ല. ചിലർക്കത് പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ ഭാഗ്യത്തിൻ്റെ ഒരു കണിക നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട്, മിച്ചം കിടക്കുന്നിടത്ത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളിൽ നിങ്ങൾ എത്തുന്നത്. ആ വീടുകളിൽ
ഏറ്റവും സന്തോഷത്തോടെ നിങ്ങൾ ഇനി എന്തെല്ലാം ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഏറ്റവും ഐശ്വര്യപൂർണ്ണമായി ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാണ്. അദ്ദേഹം ഇതിനെനിക്ക് ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ എൻ്റെ ഉപജീവനം അതാണല്ലോ, ഞാൻ പ്രതിഫലം മേടിച്ചിട്ടാണ് പരിപാടിക്ക് പോകാറ് പല കാര്യങ്ങൾക്കും. അപ്പോൾ അത് വലിയ തെറ്റൊന്നുമല്ല. അപ്പം നാളെ എൻ്റെ നാട്ടിൽ അമ്പലത്തിൽ ഉത്സവമുണ്ട്, വാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വരും? സമയം കളഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവമുണ്ടല്ലോ, അപ്പോൾ ഒരാളൊരിടത്ത് ചെല്ലുന്നതിൻ്റെ ഒരു മൂല്യമുണ്ടല്ലോ. പക്ഷേ ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് റെയറായിട്ട് കിട്ടുന്ന ചില അനുഭവങ്ങളാണ്. നമ്മുടെ അവകാശമായൊരു വെയിറ്റിംഗ് ഷെഡ് വെച്ചാൽ പോലും MLA ഫണ്ടിൽ നിന്ന് പണിത വെയിറ്റിംഗ് ഷെഡ് എന്നൊക്കെ എഴുതി വെക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. ഞാൻ അവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടരാൻ അദ്ദേഹത്തിന് ആകട്ടെ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും രണ്ടർത്ഥത്തിൽ ചിന്തിക്കുന്നവരുണ്ട്, രണ്ടർത്ഥത്തിൽ പറയുന്നവരുണ്ട്. അത്തരത്തിലുള്ള പറച്ചിലുകൾ എന്തെങ്കിലും കേട്ടാലും അദ്ദേഹം തളരാതിരിക്കട്ടെ എന്നെല്ലാം ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എൻ്റെയും കൂടെ സൗകര്യം നോക്കിയിട്ടാണ് ഈ ചടങ്ങ് രാവിലെ ആക്കിയത്. അതാർക്കെങ്കിലും അസൗകര്യമായെങ്കിലും ക്ഷമിച്ചേക്കുക. ഇനിയും സുദീർഘമായി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അവിടുന്ന് ഏതാണ്ട് 6-7 മണിക്ക് പുറപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. തീരെ ഒന്നും പറയാതെ പോകുന്നതും നീതിയല്ല എന്നുള്ളത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഇത്തിരി പറയാൻ തീരുമാനിച്ചതും ഇത്രയെങ്കിലുമൊക്കെ പറഞ്ഞതും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു. പ്രത്യേകിച്ച് സുഹൃത്ത് പമ്പ വാസൻ ചേട്ടൻ, അദ്ദേഹം ഇങ്ങനെ ബഹ്റിനിലും ഇവിടെയുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പലതരത്തിൽപ്പെട്ട പ്രസ്ഥാനങ്ങളുമായിട്ട് നടക്കുകയാണ്. അതിനിടയിൽ സമയം കണ്ടെത്തി അദ്ദേഹത്തിന് പറഞ്ഞു അച്ഛനും അമ്മയുമാണ് ഈ ഒരു കാര്യങ്ങളിലേക്ക് നിർബന്ധിച്ചത് എന്ന്. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ അദ്ദേഹം തുടങ്ങിയിരുന്നു. മേൽക്കുമേൽ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി ഈ ചടങ്ങുകളുടെ എന്താണ് ഉദ്ഘാടനമാണോ എന്നെ ഏൽപ്പിച്ചത്? അല്ല, അതെ, എന്താ ആയിക്കോട്ടെ, ആ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തതായി വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വേറൊന്നുമില്ല. അപ്പം അത്ര തന്നെ. അടിപൊളി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.